പശ്ചിമേഷ്യയിലെ ഗസയിൽ സഹായത്തിന് തിരിച്ച് ഇസ്രായേലിൻ്റെ കസ്റ്റഡിയിലായ പരിസ്ഥിതി പ്രവർത്തക ഗ്രറ്റ തുൻബർഗിനെ നിർബന്ധപൂർവ്വം മടക്കി അയച്ചു. മടങ്ങാൻ വിസമ്മതിച്ചു എന്ന് പറയുന്നു. ഈ പരിസ്ഥിതി പ്രവർത്തകർ ഇസ്രായേലിൻ്റെ ജയിലിലാണ്. 3 പേരുണ്ട്. 3 പരിസ്ഥിതി പ്രവർത്തകരാണ് ഇപ്പോൾ ജയിലിൽ. കൂടുതൽ വിവരങ്ങളുമായി പി ജെയിംസ് ചേരും. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. കേരളത്തിലുടനീളം തകർത്ത് മഴ പെയ്യുകയാണ് ഇപ്പോൾ. തീർച്ചയായിട്ടും മഴയ്ക്കിടയിലെ ചെറിയ വെയിൽ വരുന്നതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു പ്രളയ സമാനമായ അവസ്ഥയായേനെ. ഒരു ഇടവേള കിട്ടി, അതുകൊണ്ട് മഴയെ വലിയ കുറ്റം പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പറയും. ഗസയിലേക്ക് പോകുമ്പോൾ കാര്യങ്ങൾ ഒട്ടും പന്തിയല്ല. ഗസയിൽ ഒരു അന്താരാഷ്ട്ര ശ്രദ്ധ ലഭിച്ച ഒരു വരവായിരുന്നു ചെറുപ്പക്കാരിയായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും പ്രശസ്തയായിട്ടുള്ള പരിസ്ഥിതി പ്രവർത്തക ഗ്രറ്റ തുൻബർഗ്. ലോക നേതാക്കളെ വരെ വെല്ലുവിളിച്ച പുതിയ തലമുറയിൽപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ഗ്രറ്റ എന്ന് മാത്രമല്ല, അവരെ നൊബേൽ സമ്മാനത്തിന് വരെ പരിഗണിച്ചതാണ് കഴിഞ്ഞ തവണ. അപ്പോൾ അവർ 12 പരിസ്ഥിതി പ്രവർത്തകരുമായിട്ട് ബ്രിട്ടീഷ് ഫ്ലാഗുമായി പായ്വഞ്ചിയിലാണ് ഇവിടെ വന്നുകൊണ്ടിരുന്നത്. അവരെ പിടികൂടി. അത് നടുക്കടലിൽ വെച്ച് തന്നെ രാജ്യാന്തര സമുദ്ര അതിർത്തിയിൽ അനധികൃതമായിട്ട് തന്നെ ഇസ്രായേൽ കയറി അവരെ വളഞ്ഞു വെച്ച് പിടികൂടി ഇസ്രായേലിലെ തുറമുഖത്ത് കൊണ്ടുപോയി അവിടെ കസ്റ്റഡിയിൽ വെച്ചു എന്ന് മാത്രമല്ല, അവരെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയക്കാൻ തീരുമാനിച്ചു. അതിൽ 3 പരിസ്ഥിതി പ്രവർത്തകർ മടങ്ങാൻ വിസമ്മതിച്ചു. അവർ ജയിലിൽ അടച്ചിരിക്കുകയാണ്. എന്തായാലും നിർബന്ധപൂർവം ഗ്രറ്റ തുൻബർഗിനെ വിമാനത്തിൽ കയറ്റി ഫ്രാൻസിലേക്ക് അയച്ചു. പാരീസിൽ നിന്ന് ഗ്രറ്റയുടെ നാടായിട്ടുള്ള സ്വീഡനിലേക്ക് പോകും എന്നുള്ളതാണ് വാർത്തകൾ വന്നിരിക്കുന്നത്. എന്തായാലും ഗ്രറ്റ നടത്തിയ പ്രതീകാത്മകമായ സമരം പ്രത്യേകിച്ച് ഗസയിലേക്ക് ജീവകാരുണ്യപരമായിട്ടുള്ള സഹായം കൊണ്ടുവരികയായിരുന്നു. ഗസയിലെ സ്ഥിതി വല്ലാത്തതാണ്. ഈ ഐക്യരാഷ്ട്രസഭ പറയുന്ന പോലെ ഭൂമിയിൽ നരകമുണ്ടെങ്കിൽ അത് ഗസയാണ് എന്നുള്ളതാണ്. അതുപോലെ പട്ടിണിയാണ്. മനുഷ്യരിങ്ങനെ ഓരോ ദിവസവും മരിച്ചു വീഴുകയാണ് ഭക്ഷണം കഴിക്കാനില്ലാതെ. ഇതിൽ ഏറ്റവും വലിയ ക്രൂരത നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞാണ്, ഇന്ന് വീണ്ടും അത് സംഭവിച്ചിരിക്കുന്നു. അവിടുത്തെ നെറ്റിസ്റാം എന്ന ഭക്ഷ്യ വിതരണ കേന്ദ്രത്തിൽ US കരാറുകാരാണ് ഭക്ഷണം കൊടുക്കുന്നത്. ഇസ്രായേലിൻ്റെ ആർമിയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസികളെ മുഴുവൻ പുറത്താക്കി. നിന്ന് വിശന്ന് വീഴുന്ന മനുഷ്യർ നിൽക്കുമ്പോൾ തെറ്റിച്ചു എന്ന് പറഞ്ഞ് വീണ്ടും വെടിവെച്ചിട്ട് 20 പേർ ഈ മണിക്കൂറുകളിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇതിനകം തന്നെ ഏതാണ്ട് 135ഓളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഭക്ഷണത്തിന് കാത്തു നിന്നവർ. അവർ കലാപം ഉണ്ടാക്കാൻ വന്നവരല്ല. ഒരു നേരത്തെ ഭക്ഷണത്തിന് കൈ നീട്ടിയവർക്ക് നേരെ വെടിയുണ്ട ഉതിർത്തിരിക്കുന്നു. ഭക്ഷണത്തിന് പകരം വെടിയുണ്ട. അവരെ തളർന്ന വയറുകൾക്ക് മുന്നിൽ വീണ വെടിയുണ്ട ഏറ്റ് അവരൊക്കെ മരിച്ചു വീഴുന്ന ചിന്നിച്ചിതറുന്ന ദൃശ്യമാണ്. ഒരു പാലസ്തീൻകാരിയുടെ ഇതിപ്പോൾ വലിയ വൈറലാണ്. അവർ പറഞ്ഞൊരു വാക്ക്, എൻ്റെ ഭർത്താവ് കുട്ടികൾ പട്ടിണി കിടക്കാണ്, ഞാൻ പോയി ഭക്ഷണം എങ്ങനെയെങ്കിലും കണ്ടെത്തി വരാമെന്ന് പറഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞ് വിലക്കി, നിങ്ങൾ പോയാൽ നിങ്ങളുടെ മുമ്പിൽ മരണമെത്തും, അവർ വെടിവെച്ച് കൊല്ലും. അയാൾ പോയി പിന്നീട് കണ്ടത് വെടിയുണ്ടേറ്റ് ചിന്നിച്ചിതറിയ ശരീരമാണെന്നുള്ളത് ഇൻ്റർനാഷണൽ മീഡിയയിൽ വലിയ വിഷ്വലായിട്ടുള്ള സംഭവമാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ വളരെ ഇതാണ്. പലപ്പോഴും നമ്മളവിടെ സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെടുന്നു എന്ന് പറയുമ്പോൾ ചില പ്രേക്ഷകരെങ്കിലും അത് വളരെ തമാശയായിട്ടാണ് കാണുന്നത്. അവരൊക്കെ കൊല്ലപ്പെടേണ്ടവരാണ് എന്ന് ക്രൂരതയോടെ പ്രതികരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇതായിട്ടുള്ള കഠിനമായ അവസ്ഥയാണ്. എന്ന് മാത്രമല്ല, ലോകത്തിലെ രാജ്യങ്ങൾ മുഴുവൻ ബ്രിട്ടൻ അടക്കം യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഇസ്രായേലിന് പിന്തുണയാണ്. ഈ കാര്യത്തിൽ അവരെല്ലാം തിരിഞ്ഞിരിക്കുന്നു. ബ്രിട്ടൻ ഇന്നലെ ഉപരോധം ഏർപ്പെടുത്തി. ഇസ്രായേലിലെ 2 മന്ത്രിമാർക്കെതിരെ, ഒരാൾ ആഭ്യന്തരമന്ത്രിയാണ്, അവിടുത്തെ ഇറ്റാമർ ബെൻ ഗീവർ എന്ന വലതുപക്ഷ തീവ്രവാദിയായിട്ടുള്ള, ഒരുപക്ഷെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ നിയന്ത്രിക്കുന്ന ആളാണ്. അദ്ദേഹത്തെയും അതുപോലെ തന്നെ വേറൊരു മന്ത്രിയെയും 2 മന്ത്രിമാർക്ക് ഉപരോധം ഏർപ്പെടുത്തി. അവർ ബ്രിട്ടനിൽ കടക്കാൻ പാടില്ല, അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ബ്രിട്ടനിലെ മരവിപ്പിച്ച ആ രീതിയിൽ പ്രതികരിക്കുന്നതിനിടയിൽ അവിടെ നടന്നിരിക്കുന്ന ഇന്നലെയും ഇന്നുമായി 70ഓളം പേർ പാലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇസ്രായേൽ കയറി യമനിലെ ഹൂതി കേന്ദ്രങ്ങൾക്ക് മേലെ വലിയ ആക്രമണം നടത്തിയിരിക്കുന്നു. നിരവധി പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. പി ജെയിംസ്, ഈ അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിലെ കുടിയേറ്റക്കാരുടെ കലാപം കൂടുതൽ നഗരങ്ങളിലേക്ക് വ്യാപിക്കുന്നുവെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഈ ഗവർണറുടെ അനുമതിയില്ലാതെ തന്നെ കൂടുതൽ നാഷണൽ ഗാർഡ്സിനെ അമേരിക്കൻ പ്രസിഡന്റ് നിയമിച്ചു എന്നും വാർത്ത വരുന്നു. ഒരു നേരിട്ടുള്ള യുദ്ധത്തിന് ഈ ട്രംപ് തയ്യാറെടുക്കുകയാണെന്ന് വിശ്വസിക്കാമോ? ട്രംപിനെ കൊണ്ട് ട്രംപ് കൈവിട്ട കളിയാ. ഒരു ഏകാധിപതി എങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റുമെന്നുള്ളത് വലിയ ജനാധിപത്യം അവകാശപ്പെടുന്ന രാജ്യത്ത് വരികയാണ്. എന്തായാലും അവിടുത്തെ ഭരണഘടന കോടതികളെയൊക്കെ ഒരു വിധത്തിൽ ഒതുക്കാൻ നോക്കുന്നുണ്ട്. കോടതികൾ ചിലവർ എതിർക്കുന്നുണ്ട്. പക്ഷേ സുപ്രീം കോടതിയിൽ ഭൂരിപക്ഷം ജഡ്ജിമാരെ നിയമിച്ചിരിക്കുന്ന ട്രംപാണ്. അതുകൊണ്ട് ട്രംപിനെതിരെ ഒരു പരിധി വിട്ടൊന്നും സുപ്രീം കോടതി പോകുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നില്ല. എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്നത് 6 പതിറ്റാണ്ടിന് ശേഷം
1965 ശേഷം ഇതാദ്യമായി ഒരു അമേരിക്കൻ പ്രസിഡന്റ്, അത് ഡൊണാൾഡ് ട്രംപ്, അദ്ദേഹം ഒരു സംസ്ഥാനത്തിൻ്റെ, അവിടെ ഫെഡറൽ വ്യവസ്ഥയാണ്, ഒരു ഗവർണറുടെ അനുമതിയില്ലാതെ ആ സംസ്ഥാനത്ത് ഫെഡറൽ ഗവൺമെൻറ് ഇടപെടാറില്ല, നമ്മൾ കേന്ദ്ര സർക്കാർ എന്ന് പറയുന്ന പോലെ. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ ഗവർണറുടെ അനുമതിയില്ലാതെ കാലിഫോർണിയയിലേക്ക് 2000 നാഷണൽ ഗാർഡ്സിനെ അയച്ച് ജനങ്ങളെ അടിച്ചൊതുക്കുകയാണ്. അവിടെ വലിയ കലാപം നടക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷേ ഗവർണറുടെ അനുമതി തേടിയിട്ടില്ല, അനുമതി കൊടുത്തിട്ടില്ല. അദ്ദേഹം കോടതിയിലേക്ക് പോയിരിക്കുകയാണ്. തൻ്റെ അനുമതിയില്ലാതെ ഇവിടെ നാഷണൽ ഗാർഡ്സിനെ അയച്ച് പോലീസിനെ ഓവർടേക്ക് ചെയ്ത് ട്രംപ് ടേക്ക് ഓവർ ചെയ്യുകയാണ്. വീണ്ടും 700 പേരെ കൂടി ട്രംപ് അയച്ചിരിക്കുന്നു. എന്തായാലും കാലിഫോർണിയ കുടിയേറ്റക്കാരുടെ വലിയ കേന്ദ്രമാണ്. ലാറ്റിൻ അമേരിക്കൻസ് ആണ് കൂടുതലായിട്ടുള്ളത്. ആ കേന്ദ്രങ്ങളിലാണ് കലാപം നടക്കുന്നത്. ട്രംപ് എന്ന് പറയുക, അവിടുത്തെ ലാറ്റിൻ അമേരിക്കൻസിന് അങ്ങനെ തന്നെ വേണമെന്ന് പറയുന്നവരുണ്ട്. കാരണം ട്രംപ് കഴിഞ്ഞവണ ജയിക്കാൻ കാരണം അവിടുത്തെ വെള്ളക്കാരല്ല. 13% ജോ ബൈഡനേക്കാൾ കൂടുതലായിട്ട് ആ സമയത്ത് കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് ട്രംപിന് ചെയ്തതുകൊണ്ടാണ് ലാറ്റിൻ അമേരിക്കൻസ്, ബ്രസീൽ, അതുപോലെ തന്നെ മെക്സിക്കോയിൽ നിന്നൊക്കെ വന്നുള്ളവർ വോട്ട് ചെയ്തിട്ടാണ് ട്രംപ് ജയിച്ചത്. അതിന് കറക്റ്റ് തിരിച്ചടി ലാറ്റിൻ അമേരിക്കക്കാർക്ക് കിട്ടിയെന്നാണ് ഇപ്പോൾ അമേരിക്കയിലെ ഒരു സംസാരം. എന്തായാലും ട്രംപ് ഉരുക്കുമുഷ്ടിയോടെയാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ട്രംപ് ചൈനയിലേക്ക് പോകുമെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ലണ്ടനിൽ വെച്ച് ചൈനയുടെയും അമേരിക്കയുടെയും സംഘങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി എന്ന് മാത്രമല്ല, അടുത്ത ദിവസങ്ങൾ പ്രഖ്യാപനം വരുമെന്ന് ചെയ്യുന്നു. ഡൊണാൾഡ് ട്രംപ് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ്ങുമായി കൂടിക്കാഴ്ച നടത്തും എന്നുള്ള തരത്തിൽ. അപ്പോൾ ട്രംപ് നിറഞ്ഞ് വീശുകയാണ്. ഇന്ത്യയുടെ കാര്യത്തിലും എന്താണെന്ന് അറിയില്ല. ആപ്പിൾ അടക്കമുള്ള കമ്പനികൾ ഇന്ത്യയിൽ വന്നത് അത് അമേരിക്കയിലേക്ക് കൊണ്ടുപോകണമെന്ന് ട്രംപ് പറഞ്ഞത് ഇപ്പോൾ വിവാദമായിരിക്കുകയാണ്. അത് സംബന്ധിച്ചുള്ള വാർത്തകളും നടക്കുന്നുണ്ട്. എസ് കെ. ഓക്കെ, താങ്ക് യു പി ജെയിംസ്. വിദേശ വാർത്തകളുമായി ഇനി പി ജെയിംസിനെ നാളെ കാണാം.